ആൻഡ് ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ പോപ്പുലർ ആയിട്ടുള്ള ഈ എഫക്റ്റ് ആണ്. കൂടുതലും കാർ ആൻഡ് ബൈക്ക് വീഡിയോസിലാണ് ഞാൻ ഇത് കണ്ടിട്ടുള്ളത്. ബട്ട് ഇതിൻ്റെ ഐഡിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏത് വീഡിയോയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് 2 തവണ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. താഴെ ഇരിക്കുന്നതാണ് നമ്മുടെ മെയിൻ വീഡിയോ. സോ അതിന് നമുക്ക് ബേസ് വീഡിയോ എന്ന് നെയിം കൊടുക്കാം. ഓക്കെ, ഇനി നമ്മുടെ മെയിൻ വീഡിയോയിൽ നിന്ന് നമുക്ക് ലോഗോ മാത്രം കട്ട് ചെയ്തെടുക്കണം. സോ ഈ ലെയറിന് നമുക്ക് ലോഗോ എന്ന് നെയിം കൊടുക്കാം. അതിൻ്റെ ലോഗോ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത ഒരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോയും കൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. സോ ഇതിന് നമുക്ക് ക്ലീൻ ബാക്ക്ഗ്രൗണ്ട് എന്ന് നെയിം കൊടുക്കാം. സോ നമുക്ക് ആദ്യം ബാക്ക്ഗ്രൗണ്ട് ക്ലീൻ ചെയ്തെടുക്കാം. ലോഗോയും ബേസ് വീഡിയോയും നമുക്ക് ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എഫക്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ട പോയിന്റ് ട്രിം ചെയ്ത് കൊടുക്കാം. അതുപോലെ എഫക്റ്റ് എൻഡ് ചെയ്യേണ്ട പോയിന്റും ട്രിം ചെയ്തെടുക്കാം. ഇനി നമുക്ക് ലോഗോ കട്ട് ചെയ്ത് മാറ്റണം. അതിനുവേണ്ടി നമുക്ക് ആദ്യം പെൻ ടൂൾ എടുത്തിട്ട് കട്ട് ചെയ്യാം. കറക്റ്റ് പ്രിസൈസ് ആയിട്ട് കട്ട് ചെയ്യണമെന്നില്ല. കട്ട് ചെയ്യുമ്പം കുറച്ച് സ്പേസ് ഇട്ട് കട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ ഞാൻ ലോഗോ മാത്രം കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ലെയർ ഓപ്പൺ ചെയ്യാം. അവിടുന്ന് മാസ്ക് ഓപ്പൺ ചെയ്യാം. ഇത് ഞാൻ നണ്ണ് കൊടുക്കുവാണ്. ഇനി നമുക്കിത് ട്രാക്ക് ചെയ്യണം. ട്രാക്ക് ചെയ്യാൻ വേണ്ടി മാസ്ക് സെലക്ട് ചെയ്യുക. ട്രാക്ക് മാസ്ക് കൊടുക്കുക. സോ ഇവിടുന്ന് ആദ്യം കുറച്ച് ഫ്രണ്ടിലോട്ട് ട്രാക്ക് ചെയ്യണം. ഓക്കെ, മെത്തേഡ് നിങ്ങൾ പൊസിഷൻ, സ്കെയിൽ ആൻഡ് റൊട്ടേഷൻ സെലക്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഫ്രണ്ടിലോട്ട് ട്രാക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് ബാക്കിലേക്ക് ട്രാക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു ട്രാക്കർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ മാത്രം മാനുവലായിട്ട് ട്രാക്ക് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ട്രാക്കർ ബോക്സ് ഇവിടെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ വിൻഡോയിലേക്ക് പോയിട്ട് ഇവിടുന്ന് ട്രാക്കർ സെലക്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു മാസ്ക് നൺ മാറ്റി സബ്ട്രാക്റ്റ് കൊടുക്കാം. ഓക്കെ, ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ലോഗോ വീഡിയോയിൽ നിന്ന് റിമൂവ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് റിമൂവ് ചെയ്ത പോർഷൻ ഫില്ല് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ലെയർ സെലക്ട് ചെയ്തിട്ട് ഇവിടെ കണ്ടന്റ് അവെയർ ഫില്ലുണ്ട്. അതിവിടെ ഇല്ലെങ്കിൽ വിൻഡോയിലേക്ക് വന്നിട്ട് കണ്ടന്റ് അവെയർ ഫില്ല് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഈ ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, ഇവിടെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഒരു 13 കൊടുക്കുവാണ്, അല്ലെങ്കിൽ 12 കൊടുക്കുവാണ്. ഓക്കെ, ഫിൽ മെത്തേഡ് എഡ്ജ് ബ്ലെൻഡ് സെലക്ട് ചെയ്യാം. റേഞ്ച് വർക്ക് ഏരിയ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ജനറേറ്റ് ഫിൽ ലെയർ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ബ്ലാങ്ക് ആയിട്ടുള്ള പോർഷൻ ഫില്ലായിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്കൊരു പുതിയ ലെയർ കൂടെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതാണ് ആക്ച്വലി ഫിൽ ലെയർ. സോ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് ആ ഒരു ഫിൽ ലെയർ കറക്റ്റ് ട്രിം ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലോഗോ മാത്രം കട്ട് ചെയ്തെടുക്കണം. സോ നമുക്ക് ലോഗോ ലെയർ ഏറ്റവും ടോപ്പിൽ കൊണ്ടുവെക്കാം. ഇനി നമ്മുടെ പ്ലേ ഹെഡ് കറക്റ്റ് ഇഫക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് കൊണ്ടുവെക്കാം. എന്നിട്ട് ലെയർ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക്, ടൈം, ഫ്രീസ് ഫ്രെയിം കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ആ ഒരു ഫ്രെയിം ഫ്രീസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലോഗോ മാത്രം കട്ട് ചെയ്തെടുക്കണം. പെൻ ടൂൾ എടുത്തിട്ട് നമുക്കത് കട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഇതിന് മാക്സിമം പ്രിസൈസ് ആയിട്ട് കട്ട് ചെയ്യണം. ചെറിയ മിസ്റ്റേക്ക് പറ്റിയാലും കുഴപ്പമില്ല, കാരണം നമ്മൾ മോഷൻ ബ്ലർ ആൻഡ് ഔട്ടർ ഗ്ലോ ഒക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, മാസ്ക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൂടെ വരുത്താം. ഓക്കെ, ഞാൻ ലോഗോ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി ലെയേഴ്സ് എല്ലാം അൺഹൈഡ് ചെയ്യാം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ ലെയർ സെലക്ട് ചെയ്തിട്ട് ആങ്കർ പോയിന്റ് സെൻറ്ററിൽ കൊണ്ടുവച്ച് കൊടുക്കണം. അതിനുവേണ്ടി കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് പാൻ ബിഹൈൻഡ് ടൂളിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. നമ്മുടെ ആങ്കർ പോയിന്റ് സെൻറ്ററിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലെയർ ട്രിം ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് ഈ ലെയർ 3D ആക്കാം. 3D ലെയറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, ഇനി നമുക്ക് പൊസിഷൻ, സ്കെയിൽ, റൊട്ടേഷൻ ആൻഡ് ഒപ്പോസിറ്റി ഓപ്പൺ ചെയ്യാം. പൊസിഷനിലും സ്കെയിലിലും ഓറിയൻറ്റേഷനിലും ഓരോ കീ ഫ്രെയിം സെറ്റ് ചെയ്യാം. ഇനി നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ഫ്രെയിമിലേക്ക് വന്നിട്ട്, അതായത് എഫക്റ്റ് തീരുന്ന ലാസ്റ്റ് ഫ്രെയിമിലേക്ക് വന്നിട്ട് നമ്മുടെ മെയിൻ വീഡിയോയിൽ ആ വീഡിയോയുടെ ലോഗോയ്ക്ക് അനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത ലോഗോ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. ഓക്കെ, നമുക്ക് ബാക്കി ലെയേഴ്സ് എല്ലാം ഒന്ന് ലോക്ക് ചെയ്യാം. സോ അത് മൂവ് ചെയ്യത്തില്ല. നമ്മൾ കട്ട് ചെയ്തെടുത്ത ലോഗോ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെച്ച് കൊടുക്കാം. നമുക്ക് ഒപ്പോസിറ്റി കുറച്ച് കുറയ്ക്കാം. സോ നമുക്ക് കറക്റ്റായിട്ട് അലൈൻ ചെയ്യാൻ വേണ്ടി കഴിയും. ഓക്കെ, ഞാൻ ഇവിടെ ഏകദേശം കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമില്ലാത്ത പോർഷൻ ട്രിം ചെയ്ത് കളയാം. ഓക്കെ, നമുക്ക് ഒപ്പോസിറ്റി 100 തന്നെ ആക്കി കൊടുക്കാം. ഓക്കെ, നമ്മുടെ മെയിൻ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ലോഗോ ആനിമേറ്റ് ചെയ്താൽ മതി. സോ 2 ആനിമേഷൻ ഞാൻ കാണിച്ചു തരാം. അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആനിമേറ്റ് ചെയ്യാം. സോ നമുക്ക് പൊസിഷൻ, സ്കെയിൽ, റൊട്ടേഷൻ ഓൺ ചെയ്യാം. നമ്മൾ ഓൾറെഡി ഇവിടെ കീ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം സെൻറ്ററിൽ വന്നിട്ട് സി ആക്സിസ് കുറച്ച് മുമ്പോട്ടാക്കി കൊടുക്കാം. എന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് കുറച്ച് മൂവ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ഇത് പ്ലേ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ ഒരു ആനിമേഷൻ കിട്ടും. സിമ്പിൾ ഒരു ആനിമേഷൻ. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു റൊട്ടേഷനോടെ കീ ഫ്രെയിം ചെയ്ത് കൊടുക്കാം. സോ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട് എക്സിലൊരു കീ ഫ്രെയിം സെറ്റ് ചെയ്തു. എൻഡിങ്ങിലേക്ക് പോയിട്ട് അത് എത്ര തവണ റൊട്ടേറ്റ് ചെയ്യണം നമുക്കിവിടെ കൊടുക്കാം. ഞാൻ 2 കൊടുക്കുവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. ആൻഡ് ഞാൻ നിങ്ങളെ പ്ലേ ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാം. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആനിമേഷനാണ്. ഞാൻ റീൽ വീഡിയോയിൽ കണ്ടിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആനിമേഷനാണ്. സോ അത് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഞാൻ കീ ഫ്രെയിംസ് എല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ പ്ലേ ഹെഡ് കുറച്ച് മുമ്പോട്ട് കൊണ്ടുവന്നിട്ട് മേ ബി ഒരു 2 ഫ്രെയിം മുമ്പോട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് സി ആക്സിസിൽ കുറച്ച് മുമ്പോട്ട് കൊണ്ടുവരാം. എന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റി കൊടുക്കാം. ഓക്കെ, കുറച്ച് ഇറക്കി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഈ ഒരു കീ ഫ്രെയിം നമുക്ക് കോപ്പി ചെയ്യാം. Ctrl+C, എന്നിട്ട് ഏകദേശം ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് വൈ റൊട്ടേഷനിൽ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യാം.
ആൻഡ് ഈ ഒരു കീ ഫ്രെയിമിൻ്റെ അടുത്ത് വന്നിട്ട് നമുക്ക് അതിൻ്റെ വാല്യൂ എത്ര തവണ റൊട്ടേറ്റ് ചെയ്യണമെന്ന് കൊടുക്കാം. ഞാൻ ഇവിടെ 2 കൊടുക്കുവാണ്. ഓക്കെ, ഇനി നമ്മൾ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു ആനിമേഷൻ കിട്ടും. ഓക്കെ, കീ ഫ്രെയിംസ് ഞാൻ ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുവാണ്. ആൻഡ് ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ഓക്കെ, ഇനി നമുക്ക് കീ ഫ്രെയിംസ് എല്ലാം സെലക്ട് ചെയ്യാം. F9 പ്രസ് ചെയ്യാം ECC ചെയ്യാൻ വേണ്ടി. അടുത്തതായിട്ട് നമുക്ക് മോഷൻ ബ്ലർ കൂടെ ഓൺ ആക്കി കൊടുക്കാം. സോ ഇതാണ് ഫൈനൽ റിസൾട്ട്. ഓക്കെ, ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന അതേ മോഷൻ ബ്ലർ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ സെറ്റിംഗ്സ് ഒന്ന് മാറ്റി കൊടുക്കണം. നമ്മൾ ചെയ്ത സ്ലൈഡ് ആൻഡ് റൊട്ടേഷൻ വീഡിയോയിൽ യൂസ് ചെയ്യുന്ന അതേ മോഷൻ ബ്ലർ സെറ്റിംഗ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു എഫക്റ്റ് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടി നമുക്ക് റിഫ്ലക്ഷനോട് ആഡ് ചെയ്ത് കൊടുക്കാം. സോ അതിന് വേണ്ടി നമുക്ക് ഈ ഒരു ലെയർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഈ ലോഗോ ലെയർ സെലക്ട് ചെയ്യാം. എന്നിട്ട് റിഫ്ലക്ഷൻ നെയിം കൊടുക്കാം. ഇനി നമ്മുടെ മെയിൻ ലോഗോ ലെയർ നമുക്കൊന്ന് ഹൈഡ് ചെയ്യാം. ഓക്കെ, ഈ ലെയർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് യു പ്രസ് ചെയ്യാം. നമുക്ക് കീ ഫ്രെയിംസ് എല്ലാം കാണാം. ഇവിടെ ഞാൻ പൊസിഷൻ ആൻഡ് സ്കെയിൽ കീ ഫ്രെയിംസ് സെലക്ട് ചെയ്യുവാണ്. എന്നിട്ട് അത് ഡിലീറ്റ് ചെയ്യാം. നമുക്ക് പൊസിഷൻ സ്കെയിൽ റീസെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ആനിമേഷൻ. ഇനി നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട് സ്കെയിലിൽ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യാം. ഈ സമയം നമ്മുടെ മെയിൻ ലോഗോ ലെയർ ഇവിടെ ആയിരിക്കും. ആ ടൈമിൽ മാക്സിമം 100 തന്നെ സ്കെയിൽ കൊടുക്കാം. ഈ ഒരു പോർഷനൊക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ മെയിൻ ലോഗോ ലെയർ ഫ്രണ്ടിലേക്ക് കയറി വരും. ആ ടൈമിൽ നമുക്ക് റിഫ്ലക്ഷൻ്റെ വാല്യൂ കുറച്ച് കൊടുക്കാം. മേ ബി ഒരു 65 വല്ലതും കൊടുക്കാം. 70 കൊടുത്ത് നോക്കാം. എന്നിട്ട് എൻഡിങ്ങിലേക്ക് പോകുമ്പോഴത്തേനും നമ്മുടെ മെയിൻ ലോഗോ ലെയർ തിരിച്ച് പഴയ പൊസിഷനിലേക്ക് വരും. സോ നമുക്ക് 100 കൊടുക്കാം. സോ പ്ലേ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും എഫക്റ്റ്. നമുക്ക് റിഫ്ലക്ഷൻ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് ഗോഷ്യൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വാല്യൂ കുറച്ച് ഇൻക്രീസ് ചെയ്യാം. ഞാനൊരു 21 കൊടുക്കുവാണ്, അല്ലെങ്കിൽ 20 കൊടുക്കുവാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ വാല്യൂ കുറച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 20 യൂസ് ചെയ്യുവാണ്. സോ ഇതാണ് റിഫ്ലക്ഷൻ. ഇനി നമുക്ക് മെയിൻ ലോഗോ അൺഹൈഡ് ചെയ്യാം. പ്ലേ ചെയ്ത് നോക്കാം. ആൻഡ് ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ലെയറിലേക്ക് ഡ്രോപ്പ് ഷാഡോയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. സോ നമുക്കൊരു ഷാഡോ കിട്ടും. സോ അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് ഒത്തിരി കൂടും. ഓക്കെ, ലോഗോ ആനിമേഷൻ എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോകാം. ഗ്ലോയിങ് ഔട്ട്ലൈൻ. ഈ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു പ്ലഗിൻ ആവശ്യമുണ്ട്. പേടിക്കേണ്ട, ഫ്രീ പ്ലഗിനാണ്. വീഡിയോ കോപ്പൈലറ്റിൻ്റെ വെബ്സൈറ്റിൽ ചെന്ന് നമുക്ക് ഫ്രീ ആയിട്ട് സേബർ പ്ലഗിൻ ഡൗൺലോഡ് ചെയ്യാം. ഞാൻ കുറേ നാളുകളായിട്ട് ഉപയോഗിക്കുന്ന പ്ലഗിനാണ്. ഒന്നും പറയാനില്ല, അടിപൊളി പ്ലഗിനാണ്. ഇതിൻ്റെ ഇൻഡെപ്ത് ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ പ്ലീസ് കമൻറ്റ് ഡൗൺ ബിലോ. നമുക്ക് ബേസ് വീഡിയോ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സേബർ എഫക്റ്റ് വേണ്ട പോർഷൻ മാത്രം ട്രിം ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് ഈ ഒരു ഗ്ലോയിങ് എഫക്റ്റ് വേണ്ടത് ലോഗോയ്ക്ക് അറൗണ്ട് ആണ്. സോ നമുക്ക് ലോഗോ ഇവിടെ മാസ്ക് ചെയ്തെടുക്കണം. നമുക്ക് പെൻ ടൂൾ സെലക്ട് ചെയ്യാം. എന്നിട്ട് മാസ്ക് ചെയ്യാം. ഓക്കെ, മാക്സിമം പ്രിസൈസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഞാൻ ലോഗോ മാസ്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മാസ്ക് ട്രാക്ക് ചെയ്യണം. സോ മാസ്ക് ഓപ്പൺ ചെയ്യാം. മാസ്ക് 1 റൈറ്റ് ക്ലിക്ക് ട്രാക്ക് മാസ്ക്. ഇവിടുന്ന് ഫ്രണ്ടിലേക്ക് ആദ്യം മാസ്ക് ചെയ്യാം. എന്നിട്ട് ഇവിടുന്ന് ബാക്കിലേക്ക് മാസ്ക് ചെയ്യാം. ഓക്കെ, മാസ്ക് ഇവിടെ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സേബർ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് സെറ്റിങ്സ് ഇവിടെ ചേഞ്ച് ചെയ്യണം. റെൻഡർ സെറ്റിങ്സിൽ വന്നിട്ട് കോമ്പോസിറ്റ് സെറ്റിങ്സ് ബ്ലാക്ക് മാറ്റി ആഡ് കൊടുക്കാം. ഇനി കസ്റ്റമൈസ് കോർ സെലക്ട് ചെയ്തിട്ട് കോർ ടൈപ്പ് സേബർ മാറ്റി ലെയർ മാസ്ക് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ആ ഒരു മാസ്ക് പാത്തിലേക്ക് സേബർ എഫക്റ്റ് വന്നിട്ടുണ്ട്. പ്ലേ ചെയ്ത് കാണിക്കാം. ഇനി നമുക്ക് പ്രീസെറ്റിൽ വരുവാണെങ്കിൽ ഇഷ്ടംപോലെ പ്രീസെറ്റ് ഉണ്ട് ഇവിടെ. നമുക്ക് ഇഷ്ടമുള്ള പ്രീസെറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ ഇലക്ട്രിക് പ്രീസെറ്റ് യൂസ് ചെയ്യാം. എന്നിട്ട് കളർ നമുക്ക് കാറിൻ്റെ കളർ തന്നെ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ എഫക്റ്റ്. ഓക്കെ, നമുക്കിത് ആനിമേറ്റ് ചെയ്യാം. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ കാണിക്കാം. ഇവിടെ കോർ സെറ്റിങ്സിൽ വരുവാണെങ്കിൽ സ്റ്റാർട്ട് ഓഫ് സെറ്റും എൻഡ് ഓഫ് സെറ്റും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നമുക്കിവിടെ സ്റ്റാർട്ട് ഓഫ് സെറ്റിൽ 100 കൊടുത്തിട്ട് ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യാം. ഇനി കുറച്ച് മുമ്പോട്ട് പോയിട്ട് നമുക്ക് അതിൻ്റെ വാല്യൂ 0 കൊടുക്കാം. ഓക്കെ, ഇതാണ് എഫക്റ്റ്. ഇനി നമുക്ക് ഏകദേശം ഈ ഒരു പോർഷനിൽ വന്നിട്ട് എൻഡ് ഓഫ് സെറ്റിൽ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യാം. ആൻഡ് എൻഡിങ്ങിലേക്ക് പോയിട്ട് അതിൻ്റെ വാല്യൂ 0 കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു സിമ്പിൾ ആനിമേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഓഫ് സെറ്റ് ഉപയോഗിച്ച് ആനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് മുമ്പ് ക്രിയേറ്റ് ചെയ്ത ലോഗോ ആനിമേഷനിലും കൂടെ സേബർ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ലോഗോ ഓൾറെഡി മാസ്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സേബർ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ സെറ്റിങ്സ് എല്ലാം ചേഞ്ച് ചെയ്യാം. റെൻഡർ സെറ്റിങ്സ് കോമ്പോസിറ്റ് ആഡ് കൊടുക്കാം. കസ്റ്റമൈസ് കോർ സേബർ മാറ്റി ലെയർ മാസ്ക് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് പ്രീസെറ്റ് കുറച്ച് മുമ്പ് ഇലക്ട്രിക് അല്ല യൂസ് ചെയ്ത് നമുക്ക് എനർജി യൂസ് ചെയ്യാം. ആൻഡ് ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. സോ ഇത്രയുള്ള വീഡിയോ. നിങ്ങൾക്ക് ഇതിൻ്റെ ഐഡിയ മനസ്സിലായി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാം. ആൻഡ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ആൻഡ് യൂസ്ഫുൾ ആയെന്നും കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.